നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് വെറും തുണ്ടുകടലാസാവാൻ വഴിയില്ല. ഇത് തന്നെയാവും ചാച്ചയുടെയും ചേച്ചിയുടെയും പ്രശ്നം. ഇതിനു വേണ്ടി തന്നെയായിരിക്കും അവർ പിയാനോ തപ്പിയത്. ഇത് കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ സംഭവം എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇത് നമ്മുടെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് രണ്ടു കൂട്ടർക്കും അറിയാം. അവര് വെറുതെ ഇരിക്കില്ല. അന്വേഷിച്ചു വന്നാലോ? അന്വേഷിച്ചു വന്നാല് നമ്മളിത് കൊടുക്കും. എങ്ങനെ? ജെ വന്ന് ചോദിച്ചാല് ജെക്ക് കൊടുക്കും. ചാച്ച വന്ന് ചോദിച്ചാൽ ചാച്ചയ്ക്കും കൊടുക്കും. അതെ, വഴക്ക് വേണ്ടല്ലോ. അവന്മാര് വരുന്നുണ്ട്. ജെ വിളിക്കുന്നു. എന്തിനാ? അത്യാവശ്യമാണ്, ഉടനെ വരാൻ പറഞ്ഞു. വരാൻ സൗകര്യമില്ല. ഒന്ന് കാണാൻ പഠിപ്പിച്ചതാ. കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ അല്ലേ? ഞാൻ കരുതിയതിനേക്കാൾ വലിയ മിടുക്കനാണ് നീ. താങ്ക് യു. ആട്ടെ, പിയാനോയ്ക്കകത്തുനിന്ന് എന്താ കിട്ടിയത്? അല്ല, പിയാനോയ്ക്കകത്തുനിന്ന് എന്താ കിട്ടിയതെന്ന്. പിയാനോയ്ക്കകത്തുനിന്ന് ഒന്നും കിട്ടിയില്ല. ഒന്നും ഒന്നും ഇല്ല. ഗോഡ് പ്രോമിസ്, എനിക്കൊന്നും കിട്ടിയില്ല. ഇനി പറ, ആ പിയാനോയ്ക്കകത്ത് നിന്ന് എന്താണ് കിട്ടിയത്? ഒരു പിയാനോയ്ക്കകത്തുനിന്ന് എന്തോ കിട്ടാനാ സാറേ? ഒന്നും കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ല. ഇനി പറ, ഒന്നും കിട്ടിയില്ലേ? പിയാനോയ്ക്കകത്തുനിന്ന് ഒന്നും കിട്ടിയില്ല സാർ. എനിക്കൊന്നും കിട്ടിയില്ല. പിയാനോയ്ക്കകത്തുനിന്നാണോ? സാർ, എനിക്ക് ഒന്നും കിട്ടിയില്ല. എന്താ കിട്ടിയത്? ഒരുമാതിരി മണ്ടം കളിക്കരുത്. ഒന്ന് ഞാൻ കായലെറിയും. പറയടാ, എന്താടാ കിട്ടിയത്? ഒരു സാധനം കിട്ടി. എടുക്ക്, കൈയെടുക്ക. പിയാനോയ്ക്കകത്ത് എനിക്കൊന്നും കിട്ടിയില്ല സാർ. ഒരു ലക്ഷം പേപ്പർ കിട്ടി. എടുക്ക. ഇത് ബില്ല. കാലൊന്ന് മാറ്റിക്ക്. എന്താ ഇത്? തുണ്ട് കടലാസ്. വേറൊന്നും കിട്ടിയില്ലേ? സത്യം? സത്യം. വേറൊന്നും കിട്ടിയില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ലെന്ന്. എനിക്ക് നിനക്ക് പോവാം. വിളിക്കുമ്പോ വരണം. നിനക്ക് പോവാം. ഈ ഒരു കഷ്ണം പേപ്പറിന് വേണ്ടിട്ടാണോ സാറിനെ തല്ലി ചാച്ചത്? കഷ്ടമായി പോയി. ഇത് പോർട്ട്. പോർട്ട് കഴിഞ്ഞുള്ള ബ്രിഡ്ജ്. അത് കഴിഞ്ഞ് പ്ലേ ഗ്രൗണ്ടിന്റെ സൈഡിലൂടെ പോലീസ് സ്റ്റേഷൻ. അവിടുന്ന് 6 കിലോമീറ്റർ. അത് ലൈറ്റ് ഹൗസിലേക്കുള്ള റോഡാണ് സർ. ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ്. ഇവിടെ നിന്ന് നേരെ പോകുന്ന റോഡ്. ഇതെന്താ ഈ കുരിശ്? ഇത് സെന്റ് മേരീസ് ചർച്ച് അല്ലേ? ഓ, സെന്റ് മേരീസ് ചർച്ച്. സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് ഇത് ആ പഴയ പാലസ് അല്ലേ സാർ?
ഓ, ഇളയടത്ത് കൊട്ടാരം. ഇളയടത്ത് കൊട്ടാരം. വിനോദ്, ഇനി വൈകിക്കണ്ട. കമോ. ഓ, താങ്ക് യു വില്യംസ്. താങ്ക് യു വെരി മച്ച്. കമോൺ. ഇത് കുന്നുംപുരം ബംഗ്ലാവാണല്ലോ. എനിക്കറിയാം ഈ സ്ഥലം. അല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഷെറിന് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഞങ്ങൾ ഒരുപാട് തലപുകഞ്ഞ് ആലോചിച്ച ഒരു പിടിയും കിട്ടിയില്ല. അതെ, എന്നിട്ട് ഡാഡിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമായത്. ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കലും അവിടെ പോയിട്ടുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഡാഡിക്ക്. ഈ ബംഗ്ലാവ് വാങ്ങി ഒരു ഡ്രീം ലാൻഡ് ഉണ്ടാക്കണമെന്നൊക്കെ. അഡ്വാൻസും കൊടുത്തതാ. പക്ഷേ അപ്പോഴേക്കും ഡാഡി അറസ്റ്റിലായി. ഇപ്പൊ ഈ ബംഗ്ലാവ് കേസിൽ കിടക്കുക. ഇതിനെപ്പറ്റി ഷെറിനോടും മമ്മിയോടും ഡാഡി എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഫ്രെഡി, വില്യംസിന് മാത്രം അറിയാവുന്ന എന്തോ ഒന്ന് ഈ ബംഗ്ലാവിലുണ്ട്. ഇപ്പൊ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എളുപ്പമാണ്. ഇത് ബംഗ്ലാവ്. ഇത് 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 പിൻഭാഗത്തേക്കുള്ള സ്റ്റെപ്സ് ആണെന്ന് തോന്നുന്നു. ഓർമ്മയില്ല. ഇത് കിച്ചൺ ആവും, അല്ലെങ്കിൽ അതുപോലെ എന്തോ. ഇത് കണ്ടോ, ഒരു കിണറിനകത്തേക്ക് ഒരു ആരോ. ദാറ്റ് മീൻസ് ഇവിടെ നിർത്തിക്കേ. ആ ഭാഗത്തേക്ക് പോ. കാർ അങ്ങോട്ട് മാറ്റിയിട്ടില്ല. വരൂ. സ്റ്റോപ്പ്. ലെഫ്റ്റ് പോ. വണ്ടി മാറ്റിയിട്ട് ഇത് തന്നെ. വാ. ഇതായിരിക്കും ആ സ്റ്റെപ്സ്. ആ, കറക്റ്റ്. ഇത് തന്നെ പിൻഭാഗത്തേക്കുള്ള സ്റ്റെപ്സ്. ഇത് തന്നെ. നിങ്ങളിവിടെ നിൽക്കും. നിങ്ങളുടെ വെയിറ്റ് ചെയ്യും. ഞാൻ പോയിട്ട് വരാം.
സത്യം പറയേ, ആരാ ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത്? നീയോ അതോ അവന്മാരോ? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. പിയാനോയ്ക്കകത്തുനിന്ന് ഫ്രെഡിക്ക് കിട്ടിയ മാപ്പ് അനുസരിച്ചാണ് ഞാൻ എത്തിയത്. ഈ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചില്ല. ബുദ്ധി വളഞ്ഞ വഴിക്ക് ഉപയോഗിക്കാൻ എന്നേക്കാൾ സമർത്ഥനാണ് നീ എന്നറിയാം. പക്ഷെ ജെ എന്റെയും നിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റി. അവർ സമർത്ഥമായി നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഓ ഗോഡ്, അവർ നമ്മളെ വിഡ്ഢികളാക്കിയതാണ്. എല്ലാറ്റിനും കാരണം നിന്റെ അതിബുദ്ധിയായിരുന്നു, അത്യാഗ്രഹം. അന്ന് ഞാനും വില്യംസും വളരെ കഷ്ടപ്പെട്ട് കൈക്കലാക്കിയതാണ് ആ കളക്ഷൻ. ചതിയനാണെന്ന് അറിഞ്ഞിരുന്നിട്ടും നിനക്കൂടൊരു പങ്ക് തരാൻ വില്യംസ് തയ്യാറായത് പഴയ ബന്ധു ഓർത്തുകൊണ്ട് മാത്രമാണ്. എന്നിട്ടും നീ ഞങ്ങളെ ചതിച്ചു. ഞങ്ങളെ പോലീസിന് ഒറ്റുകൊടുത്തിട്ട് നീ ഒറ്റയ്ക്കത് കൈക്കലാക്കാൻ മോഹിച്ചു. പഴയ കണക്കുകളും കഥകളും ചകഞ്ഞു നോക്കാനുള്ള സമയമല്ലിത്. ഇനിയും നമ്മൾ അന്യോന്യ യുദ്ധത്തിനൊരുങ്ങിയാൽ ഇത്രയും കാലത്തെ ശ്രമങ്ങളെല്ലാം പാടിലായി പോകും. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വേണ്ട, അത് നടക്കില്ല. എനിക്കും വില്യംസിനും അവകാശപ്പെട്ടതാണത്. വില്യംസ് ജീവിച്ചിരിപ്പില്ല. ഇപ്പോ അതിന്റെ മുഴുവൻ അവകാശവും എനിക്കാണ്, എനിക്ക് മാത്രമാണ്. അവകാശവും പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്ക് മുമ്പേ ആമ്പിളരെ കൈക്കലാക്കും ഫ്രെഡി നിക്കോളാസും.